എന്തായിരുന്നു കൗശൽ കേന്ദ്ര? പണ്ട് നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥശാലകൾ, ഇത് കേരളത്തിന്റെ പ്രോഗ്രസിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു റീക്രിയേഷനാണ് നോക്കിയത്. ഗ്രന്ഥശാല പണ്ട് ഹാർഡ് കോപ്പി ആയിരുന്നെങ്കിൽ ഇത് ഈ ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറിയോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ കുട്ടികൾ നേരിടുന്ന പ്രശ്നം അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും പറയും നീ അതിന് പോ, അതിനനുസരിച്ച് പോകും. അതായത് ഒരു ഏരിയയ്ക്കകത്ത് ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻഹാൻസ് ചെയ്യുക. അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് ഉണ്ടായിരുന്നു. ഇഫ്ലു എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഫോറിൻ ലാംഗ്വേജസ് പഠിപ്പിക്കുക. ഇത് ഇത്രയും കൂടെ ചേർന്നുകൊണ്ട് ഒരു കെട്ടിടത്തിനകത്ത് കൊണ്ടുവരിക. അതായത് ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. അവിടെ എൻ്റെ അവസാന വർഷമായപ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഇത് എൻ്റെ മാത്രം ഒരു കൺസെപ്റ്റ് ചെയ്ത കാര്യം. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നു. അദ്ദേഹം ഇതിനകത്തോട്ട് കയറി ഈ കൺസെപ്റ്റ് കണ്ട് പുള്ളി അങ്ങ് ഭയങ്കര സന്തുഷ്ടവാനായി ഇറങ്ങിയുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊരു മെയ് അവസാനമാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ഷിബു നമുക്ക് 14 ജില്ലയിൽ ഇത് ഉടൻ തുടങ്ങണം. നമ്മൾ CMA ബഡ്ജറ്റ് അലൊക്കേഷൻ, ബഡ്ജറ്റൊക്കെ ഞാൻ ആവശ്യത്തിന് ഞാൻ പണം കണ്ടിട്ടുണ്ട്, നമുക്ക് തുടങ്ങി. അന്നേരം പക്ഷേ എനിക്ക് 3 എണ്ണം തുടങ്ങാൻ പറ്റി, ചവറ കൂടാതെ വേറെ 2 എണ്ണം കൂടെ, ഒരു ജില്ലയ്ക്ക് 1 എന്നുള്ള നിലയിലേക്ക്. അന്നേരം ഇത് അന്ന് ശ്രീ രാജീവ് പ്രതാപ് റൂഡി അന്ന് കേന്ദ്ര മിനിസ്റ്റർ ഫോർ സ്കിൽസ് എന്നതിലുണ്ടായിരുന്നു. പുള്ളി ഇത് മനസ്സിലാക്കി, ഇത് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞ് നമ്മളൊരു ബഡ്ജറ്ററി സപ്പോർട്ടിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നൊരു ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു. ഒരു 6 മാസത്തിനകം പ്രൈം മിനിസ്റ്റർ സർക്കുലർ എല്ലാ സ്റ്റേറ്റിനും പോയി. എല്ലാ സ്റ്റേറ്റും ഇതേ മോഡലിൽ കൗശൽ കേന്ദ്ര ആരംഭിക്കണം. കേന്ദ്രം ഒരു രൂപ തന്നില്ല, പക്ഷേ കൗശൽ കേന്ദ്ര ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം പോയി. അന്നേരം നമ്മൾ ഇന്ത്യക്ക് മാതൃകയായ ഒരു പുതിയ മോഡലായി. പക്ഷെ അതിനെ അവർ സമീപിച്ച തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പറഞ്ഞ് കുറെ കമ്പ്യൂട്ടർ നിരത്തി വെക്കുന്നതല്ല വികസനം എന്നുള്ളതായിരുന്നു ക്യാമ്പയിൻ.